2014 പുറത്തിറങ്ങിയ ടർക്കിഷ് ചലച്ചിത്രം ഐ ലവ് യു മാന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് എസൽ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്നവൾ കടലിലേക്ക് നീളുന്ന ഒരു മലഞ്ചെരുവിൽ നിൽക്കുകയായിരുന്നു. ആകാശത്തേക്ക് നോക്കി അവൾ കൈകൾ വിടർത്തി. പിന്നെ ആ കടലിന്റെ ആഴങ്ങളിലേക്ക് എടുത്തു ചാടി. ആ പ്രദേശത്ത് ആ സമയം ബോട്ടിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന ബെർക്കത് കണ്ടു. ഉടൻ കടലിലേക്ക് എടുത്തു ചാടിയ അയാൾ അവളെ രക്ഷപ്പെടുത്തി. തീരത്തേക്ക് എത്തിച്ചപ്പോഴും അവൾക്ക് ബോധമുണ്ടായിരുന്നില്ല. ചുണ്ടോട് ചുണ്ടടുപ്പിച്ച് അവൾക്ക് ശ്വാസം പകരാൻ ബെർക്ക് ശ്രമിച്ചു. ആ ശ്രമം വിജയിച്ചു. അവൾ ദീർഘശ്വാസത്തോടെ ഞെട്ടിയുണർന്നു. പക്ഷേ ബെർക്കിനെ ഞരമ്പനെന്ന് വിളിക്കുകയും അപമാനിക്കുകയുമായിരുന്നു അവൾ ചെയ്തത്. അതോടെ ഒന്നും മിണ്ടാതെ ബെർക്ക് തിരികെ ബോട്ടിലേക്ക് നടന്നു. എസലിന് ഭയം തോന്നുന്നുണ്ടായിരുന്നു. അവളുടെ കാലിന് പരിക്കേറ്റിരുന്നു. മാത്രമല്ല സ്രാവുകൾ വരുമോ എന്നും അവൾ ഭയക്കുന്നു. തന്നെയും കൊണ്ടുപോകുവാൻ അവൾ ബെർക്കിനെ വിളിച്ചപേക്ഷിച്ചു. ആദ്യം ബെർക്കിന് ദേഷ്യം തോന്നിയിരുന്നെങ്കിലും അത്തരത്തിൽ ഒരു പെൺകുട്ടിയെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നത് ശരിയല്ലാത്തതിനാൽ ബെർക്ക് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. വീട്ടിലേക്കായിരുന്നു ബെർക്ക് അവളെ കൊണ്ടുവന്നത്. പക്ഷേ അവളാകട്ടെ വലിയ തോതിൽ ഒച്ചയുണ്ടാക്കാനും ഓരോന്നിനും പരാതി പറയാനും ആരംഭിച്ചുകൊണ്ടേയിരുന്നു. ബെർക്ക് അവളുടെ പരിക്കേറ്റ കാലിൽ ബാൻഡേജ് ചുറ്റി. അവളോട് അവളുടെ പാരന്റ്സിനെ വിളിക്കാനും ആവശ്യപ്പെട്ടു. തന്റെ സാധനങ്ങളും ഫോണുമെല്ലാം കടലിൽ നഷ്ടപ്പെട്ടു എന്നായിരുന്നു അവളുടെ മറുപടി. അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ് എന്നായിരുന്നു ബെർക്ക് കരുതിയിരുന്നത്. അവൾ ചെയ്തത് തീരെ ശരിയല്ല എന്ന തരത്തിൽ ബെർക്ക് സംസാരിച്ചപ്പോൾ താൻ അത്തരത്തിലൊന്നുമല്ല പ്രവർത്തിച്ചതെന്നും താനൊരു രസത്തിനു വേണ്ടിയ മുകളിൽ നിന്ന് എടുത്തു ചാടിയത് എന്നുമായിരുന്നു അവളുടെ മറുപടി. പിന്നാലെ അവൾ തന്നെ സ്വയം പരിചയപ്പെടുത്തി. അവളുടെ കലപില സംസാരം ഒരു പരിധിവരെ കേട്ടിരുന്ന ശേഷം അവൾക്ക് മാറാനുള്ള വസ്ത്രവും എടുത്തുകൊടുത്ത് ബെർക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോന്നു. ബെർക്കിന്റെ അയൽവാസിയായ മുജ്ഗൻ എന്ന മുത്തശ്ശി ബെർക്ക് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ഏതൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ആരാ അത് എന്നൊക്കെ ചോദിക്കാനും ആരംഭിച്ചു. മുത്തശ്ശിയുടെ കളിയാക്കിയുള്ള സംസാരം ബെർക്കിനെ ഇറിറ്റേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് അവൻ അവിടെ നിന്നും തിരികെ പോന്നു. തിരികെ വീട്ടിലേക്ക് ബെർക്ക് എത്തുമ്പോൾ കണ്ടത് എസൽ തളർന്ന് സോഫമേൽ ഉറങ്ങുന്നതായിരുന്നു. ഒരു നിമിഷം അവളുടെ ഭംഗി കണ്ടവൻ നോക്കി നിന്നു. ശേഷം ഒരു പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു. പക്ഷെ പെട്ടെന്ന് അവൻ റിയാലിറ്റിയിലേക്ക് വന്നു. തന്റെ ഉള്ളിൽ തോന്നുന്ന ഈ ഫീലിംഗ്സിനൊന്നും കീഴ്പ്പെടരുത് എന്നവൻ തന്നോട് തന്നെ പറഞ്ഞു. എന്തിൽ നിന്നില്ലാമോ ബെർക്ക് ഒളിച്ചോടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങിയിരുന്ന ബെർക്ക് അങ്ങനെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അവൻ എഴുന്നേൽക്കുമ്പോൾ എസൽ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അവൾ പോയി കഴിഞ്ഞിരുന്നു. ബെർക്കിന്റെ മോട്ടോർ സ്കൂട്ടറും എടുത്തിട്ടായിരുന്നു അവൾ അവിടെ നിന്ന് പോയത്. എസൽ ഓടി വന്ന് അത് നോക്കുന്നത് കണ്ട് അയൽവാസി മുഷ്കൻ മുത്തശ്ശിയാകട്ടെ അത് നോക്കി ചിരിച്ചു. ആ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് അവന്റെ സുഹൃത്തും സഹോദര തുല്യനുമായ ജാങ്കോ വരുന്നത്. ജാങ്കോയുടെ പഴയ കാറിൽ അവർ എസലിനായി നഗരം മുഴുവൻ ചുറ്റിയെങ്കിലും എസലിനെ കണ്ടുകിട്ടിയില്ല. ബെർക്കിന്റെ ഐപോഡും സ്കൂട്ടറും വസ്ത്രങ്ങളും അവൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞിരുന്നു. നീണ്ട തിരച്ചിലിനു ശേഷം വൈകുന്നേരം ജാങ്കോ ബെർക്കിനെ തന്റെ വീട്ടിലേക്ക് ഡിന്നറിന് കൊണ്ടുവന്നു. അവിടെ എത്തിയതും ജാങ്കോയുടെ വൈഫാകട്ടെ അവർ തരുന്ന പെൺകുട്ടിയെ പറ്റിയും മറ്റും ബെർക്കിനോട് ചോദിക്കാൻ ആരംഭിച്ചു. കുറേയധികം നാളുകളായി ജാങ്കോയുടെ ഭാര്യ ബെർക്കിനെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിരവധി ബ്ലൈൻഡ് ഡേറ്റുകളും മറ്റും അവർ അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കാര്യങ്ങൾ ഭാര്യയോട് പറഞ്ഞ ജാങ്കോയെ ബെർക്ക് വല്ലാത്തൊരു നോട്ടം നോക്കി. അടുത്ത ദിവസം കിച്ചണിൽ എന്തോ ശബ്ദം കേട്ടായിരുന്നു ബെർക്ക് ഉണർന്നത്. ആരോ ഒരാൾ അതിക്രമിച്ച് കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലായ ബെർക്ക് കയ്യിലൊരു ഫയർ സ്റ്റിക്കും എടുത്ത് ശബ്ദം കേൾക്കുന്ന അടുക്കളയിലേക്ക് കടന്നു. അവിടെ ചെല്ലുമ്പോൾ എസൽ അടുക്കളയിൽ കുക്ക് ചെയ്യുകയായിരുന്നു. ഹെഡ്ഫോണും വെച്ച് പാട്ട് കേട്ട് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്തതുകൊണ്ട് ബെർക്ക് അവളുടെ പിന്നാലെ എത്തിയത് അവൾ അറിഞ്ഞിരുന്നില്ല. ബെർക്ക് അവളുടെ പുറത്ത് തട്ടിയതും അവളൊന്ന് ഞെട്ടിത്തിരിഞ്ഞു. പിന്നാലെ തന്റെ വായിട്ടടിയും തുടങ്ങി. തന്റെ സാധനങ്ങളിലൊക്കെ കൈകടത്തിയതിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിലുമൊക്കെ ബെർക്ക് ദേഷ്യപ്പെട്ടു. ശേഷം അവിടെ നിന്ന് ജോലിക്കായി പുറപ്പെടാനും ഒരുങ്ങി. എസലും പുറത്തേക്ക് വരികയും തന്നെ ഇവിടെ നിന്ന് കൂടെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ബെർക്ക് പക്ഷേ ദേഷ്യത്തിൽ ആദ്യമൊന്നും സമ്മതിച്ചിരുന്നില്ല. ഒടുവിൽ അവൾ ഒരുപാടൊക്കെ പറഞ്ഞ ശേഷം ബെർക്ക് തന്റെ കൂടെ അവളെ ഫിഷിങ്ങിന് കൊണ്ടുപോകാൻ സമ്മതിച്ചു. ബോട്ടിലിരിക്കുന്ന സമയം എസൽ ബെർക്കിനോട് സംസാരിച്ചു. താനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ആയിരുന്നുവെന്നും ഇപ്പോ കോളേജിൽ പോകുന്നതൊക്കെ നിർത്തി എന്നും അവൾ പറഞ്ഞു. ഫാമിലിക്കൊപ്പമാണ് താൻ താമസിക്കുന്നത് എന്നും കൂട്ടിച്ചേർത്തു. ഇപ്പോ ആകട്ടെ കൂടുതൽ സമയവും സൂര്യനെ ചോട്ടിലിരിക്കലാണ് പണിയെന്നും ഇപ്പോ ഒരു തണുത്തൻ പരുക്കൻ മനുഷ്യന്റെ കൂടെ വെറുതെ നിന്ന് ചിലച്ചോണ്ടിരിക്കുകയാണ് എന്നും അവൾ പറഞ്ഞു. ബെർക്കിനെ ഉദ്ദേശിച്ചായിരുന്നു അവൾ ഒരു കൊട്ടുകൊടുത്തത്. പിന്നാലെ ബെർക്കിനടുക്കൽ മരണത്തിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു. ബെർക്കിൽ നിന്നും മറുപടിയൊന്നും കിട്ടാതായതോടെ ഗലാട്ട ടവറിന് മുകളിൽ കയറി ഇസ്താൻബുൾ വാച്ച് ചെയ്യുന്നതിനെ പറ്റിയും ബെയ്ഗ്ലു
ഇഗ്ലൂവിലെ സ്ട്രീറ്റ് മ്യൂസീഷ്യൻസിന്റെ മുമ്പിൽ പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് ഡാൻസ് ചെയ്യുന്നതിനെ പറ്റിയുമൊക്കെ അവൾ വാചാലയായി ബെർക്കിനെ പരുക്കൻ മനുഷ്യനെന്ന് വിളിച്ചെങ്കിലും ബെർക്കിന്റെ ചാമിങ്ങിൽ അവൾ മയങ്ങിയിരുന്നു. കുറച്ച് പരിചയമായി കഴിഞ്ഞതും ബെർക്ക് എസലിനോട് തന്റെ പേര് പറഞ്ഞു. ശേഷം ഫിഷിംഗ് തുടരുമ്പോൾ എസൽ ഹെഡ്ഫോണും വെച്ച് ബോട്ടിന്റെ വശത്തുനിന്ന് പാട്ട് കേട്ട് ആസ്വദിക്കുകയായിരുന്നു. അതിന്റെ ചെറിയ ശബ്ദം കേട്ടതും ആ പാട്ടൊക്കെ താൻ എഴുതി ഉണ്ടാക്കിയതാണ് എന്ന് ബർക്ക് പറഞ്ഞു. പക്ഷേ വലിയ ശബ്ദത്തിൽ പാട്ട് കേട്ടുകൊണ്ടിരുന്ന അവൾ അത് കേട്ടതുമില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ ബോട്ടിന്റെ എഡ്ജിൽ അങ്ങനെ നിൽക്കുമ്പോൾ കൺട്രോൾ വിട്ട് തല കറങ്ങുന്ന പോലെ അവൾ ആ കടലിലേക്ക് വീണു. അത് കണ്ട് ബെർക്കാകട്ടെ കടലിലേക്ക് ചാടി അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. കടലിൽ മുങ്ങിത്തപ്പി നീന്തിയെങ്കിലും അവളെ കാണുന്നുണ്ടായിരുന്നില്ല. ബെർക്ക് വല്ലാതെ നിരാശയിൽ പൊന്തി വന്നു. അവൾ ഒഴുക്കിൽപ്പെട്ട് പോയി കാണുമോ എന്നായിരുന്നു ബെർക്ക് ഭയന്നിരുന്നത്. പിന്നാലെ അവളും പൊന്തി വന്നു. ബെർക്കിനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എസൽ ഒരു തമാശയൊപ്പിച്ചതായിരുന്നു. വല്ലാതെ ദേഷ്യം വന്ന ബെർക്കാകട്ടെ ബോട്ടിൽ കയറി അവളെ ആ കടലിൽ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോവാനൊരുങ്ങി. പക്ഷെ അവളുടെ ഉച്ചത്തിലുള്ള നിലവിളിയും പരിഭവം പറച്ചിലും ഒക്കെ കാരണം ബെർക്ക് അത് വേണ്ടെന്ന് വെച്ച് അവളെയും കൂട്ടിക്കൊണ്ടുപോയി. ബെർക്കായിരുന്നു അന്ന് എസലിനെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. എസൽ ബെർക്കിനെ വീടിനകത്തേക്ക് ക്ഷണിച്ചു. ബെർക്ക് മടിച്ചു നിൽക്കെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന എസലിന്റെ മുത്തശ്ശി ബെർക്കിന്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഫാമിലി ഒന്നടങ്കം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും തുടങ്ങി. എസലിന്റെ അച്ഛൻ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. എസലിന്റെ ഓരോ വികൃതി കഥകളും എല്ലാവരും ബെർക്കിനോട് പറഞ്ഞു. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് എസലിന്റെ ഒരു സുഹൃത്തു വരുന്നത്. ബെർക്കിനെ കണ്ട മാത്രയിൽ ബെർക്കിനോട് അടുപ്പത്തിൽ ക്രഷുള്ള പോലെ ഇടപഴകാൻ അവൾ ശ്രമിച്ചു. എസലിന് അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എസലിന്റെ അമ്മയും അത് തിരിച്ചറിഞ്ഞ് എസലിന്റെ സഹോദരിയോട് അവളെ അവിടെ നിന്ന് വിദഗ്ധമായി കൂട്ടിക്കൊണ്ടുപോവാൻ പറഞ്ഞു. തന്റെ മോനെ നോക്കാൻ പറഞ്ഞ് എസലിന്റെ ചേച്ചി ആ കൂട്ടുകാരിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ബെർക്ക് യാഥാർത്ഥ്യത്തിൽ ആരാണ് എന്ന് അവർക്കാർക്കും അറിയില്ലായിരുന്നു. ബെർക്ക് ഒരു ഫേമസ് മ്യൂസീഷ്യൻ ആയിരുന്നു. ബെർക്ക് എന്ന ടൗണിൽ പോയപ്പോൾ അവിടെ വെച്ച് കമൽ എന്ന വ്യക്തിയെ കണ്ടു. അക്കിൻ എന്ന ഫേമസ് മ്യൂസീഷ്യന്റെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. അതിന്റെ ഓർഗനൈസർ ആയിരുന്നു കമൽ. കമൽ ബെർക്കിനെ ആ കൺസേർട്ടിന് ക്ഷണിച്ചു. ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു വന്നോളൂ എന്നും പറഞ്ഞു. അവൻ എസലിനെ വിളിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ എസൽ വന്നപ്പോഴാകട്ടെ കുറെ പെൺകുട്ടികളും അവളുടെ അമ്മയും മുത്തശ്ശിയും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും മ്യൂസീഷ്യൻ അക്കിന്റെ വലിയ ഫാൻസ് ആയിരുന്നു. എസലിന്റെ നെഫ്യൂ അക്കിന്റെ ഒരു ഓട്ടോഗ്രാഫ് വേണം എന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ബെർക്ക് അവനെയും കൂട്ടി അക്കിന്റെ റൂമിലേക്ക് ചെന്നു. അവിടെ ഉണ്ടായിരുന്ന കമൽ ബെർക്കിനെ കണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ ബെർക്കിന്റെ എക്സ് മാനേജർ സെർക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ബെർക്കിനെ അപമാനിക്കും പോലെ സംസാരിക്കാൻ തുടങ്ങി. ബെർക്ക് പണ്ടൊരു മ്യൂസിക് പ്രൊഡ്യൂസറും മ്യൂസിക് ക്രിയേറ്ററും ഒക്കെയായിരുന്നു. ഇപ്പോൾ ഫിഷിംഗ് ജോലി നോക്കുന്നു. കടം കയറി ബെർക്കിനൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നതായിരുന്നു. അക്കിന്റെ മാനേജറായ ബെർക്കിന്റെ ഫോർമർ മാനേജർ അതൊക്കെ കുത്തിക്കാട്ടി ബെർക്കിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. എക്സ് മാനേജർ അവിടെ ഉണ്ടായിരുന്ന എസലിനെ നോക്കി ആഭാസത്തരത്തിലുള്ള ഒരു കമന്റ് പറഞ്ഞതും ബെർക്ക് ഒന്നും നോക്കിയില്ല. സർക്കാന്റെ മുഖം നോക്കി ഒരു ഇടി കൊടുത്തു. അവിടെ ഒരു ലഹളയിലേക്ക് കാര്യങ്ങൾ കടക്കാൻ പോയതും ബെർക്ക് എസലിനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അവിടെ നടന്നതോർത്ത് ബെർക്ക് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. എസലാകട്ടെ പുറത്തെത്തിയതും ബെർക്കിനോട് കുറേയധികം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ദേഷ്യം വന്ന ബെർക്ക് അവളോടത് പ്രകടിപ്പിച്ചു. നമ്മളിപ്പോൾ ഫ്രണ്ട്സ് അല്ലേ എന്ന തരത്തിൽ എസൽ ചോദിച്ചെങ്കിലും ദേഷ്യത്തിൽ നമ്മൾ ഫ്രണ്ട്സുമല്ല ഒരു കുന്തവുമല്ല, എനിക്കൊന്ന് സ്വസ്ഥത തന്ന് എന്നെ ഒറ്റയ്ക്കൊന്ന് വിടാമോ എന്ന് ആക്രോശിച്ചു. ബെർക്ക് വീട്ടിലേക്കെത്തി. അടുത്ത ദിവസം എസലുമായി മീറ്റ് ചെയ്തതേയില്ല. പക്ഷേ എസലിന്റെ തുടർച്ചയായ സംസാരമില്ലാതെ എന്തോ ഒരു വല്ലായ്മ അവൻ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. യാഥാർത്ഥ്യത്തിൽ അവൻ എസലിനെ മിസ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. അയൽവാസി മുത്തശ്ശി മജ്കാനിൽ നിന്നും വിവരമറിഞ്ഞ് ബെർക്കിനെ ഒന്ന് ചീറപ്പ് ചെയ്യിപ്പിക്കാൻ ജാങ്കോ അങ്ങോട്ടേക്ക് വന്നു. അന്നൊരു ബ്ലൈൻഡ് ഡേറ്റ് ജാങ്കോയും ജാങ്കോയുടെ ഭാര്യയും കൂടി അവൻ ഏർപ്പെടുത്തിയിരുന്നു. നിർബന്ധിച്ച അവനെ ജാങ്കോ രാത്രിയിൽ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് കൂട്ടിക്കൊണ്ടുപോയി. അവർ പോയ റെസ്റ്റോറന്റിൽ എസലും കൂട്ടുകാരും വരികയും ചെയ്തിരുന്നു. പക്ഷേ ബ്ലൈൻഡ് ഡേറ്റ് നടക്കുമ്പോൾ എസലിനെ കണ്ടതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് കേൾക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും ബെർക്കിന് സാധിച്ചിരുന്നില്ല. എസലാണെങ്കിൽ അവന്റെ നേരെ തന്നെ ഇരിക്കുന്നു. ഒടുവിൽ ഇതൊന്നും ശരിയാവില്ലെന്ന് കണ്ടതും ബ്ലൈൻഡ് ഡേറ്റിന് വന്ന പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ബെർക്ക് എഴുന്നേറ്റ് ചെന്ന് എസലിനടുത്ത് നിന്നു. അവളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. മാറി നിന്ന് അവർ സംസാരിക്കാനും തുടങ്ങി. തലേന്ന് നടന്നതിനും അവളെ ഒച്ചയെടുത്തതിനും ബെർക്ക് അവളോട് ക്ഷമ ചോദിച്ചു. എസലാകട്ടെ അതൊന്നും കുഴപ്പമില്ലെന്ന മട്ടിൽ ഉടൻ തന്നെ അവനോട് ക്ഷമിച്ചു. പഴയ പോലെ അവനോട് ഇടപഴകാനും ആരംഭിച്ചു. ആ സമയത്തായിരുന്നു സ്റ്റേജിലേക്ക് പാടുവാൻ വേണ്ടി അവൾ ക്ഷണിക്കപ്പെടുന്നത്. എസൽ സ്റ്റേജിൽ കയറി നിന്ന് പാടി. അത്ര നല്ല രീതിയിൽ അവൾ പാടിയിരുന്നു.
കേട്ടിരുന്നു. ബെർക്കിന് അവളുടെ ശബ്ദം അത്രമേൽ മനോഹരമായി അനുഭവപ്പെട്ടു. ജാങ്കോയോട് അവൻ ആ വിവരം പങ്കുവെച്ചപ്പോൾ ബെർക്കിനോട് വീണ്ടും മ്യൂസിക് ഉണ്ടാക്കാനും റെക്കോർഡിംഗ് തുടങ്ങാനുമായിരുന്നു ജാങ്കോ പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് എസലിന്റെ ശബ്ദത്തിൽ കുറച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നവൻ മറുപടി പറഞ്ഞു. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് സർക്കാൻ കടന്നു വരുന്നത്. പഴയ സംഭവങ്ങൾ സർക്കാൻ മറന്നിരുന്നില്ല. അവിടെ വെച്ച് വീണ്ടും അവർ തമ്മിൽ സംസാരമുണ്ടായി. സർക്കാൻ ബെർക്കിനോട് വെല്ലുവിളിച്ചു, നീ പുതിയൊരു മ്യൂസിക് ചെയ്ത് അതിന്റെ 50,000 കോപ്പികൾ വിറ്റാൽ ഞാൻ എന്റെ ഈ പ്രൊഫഷൻ തന്നെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം. ബെർക്കിന്റെ കോൺഫിഡൻസ് സർക്കാനെ അല്പം ഭയപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും അവൻ അതിൽ തന്നെ ഉറച്ചു നിന്നു. അടുത്ത ദിവസം ബെർക്ക് എസലിനെ ഡിന്നറിന് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് തന്റെ കൂടെ റെക്കോർഡ് ലേബലിൽ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു. തനിക്ക് വേണ്ടി പാടാമോ എന്നുള്ള അവന്റെ ക്ഷണവും എസൽ സ്വീകരിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നായിരുന്നു എസലിന്റെ ചോദ്യം. എത്ര പെട്ടെന്ന് നമ്മൾ പണിയെടുത്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു അത്രയും വേഗം അത് തീരുകയും ചെയ്യും എന്നവൻ മറുപടി പറഞ്ഞു. അവരൊന്നിച്ചെന്ന് ഡാൻസ് ചെയ്തു. എസൽ തന്റെ ഫീലിംഗ്സ് ബെർക്കിനോട് തുറന്നു പറയുകയും അന്ന് രാത്രി അവർ ഒന്നിച്ച് ചിലവഴിക്കുകയും ഉണ്ടായി. പിറ്റേന്ന് ബെർക്ക് ഉണരുമ്പോൾ എസൽ ഒരു നോട്ട് എഴുതി വെച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് പോയിരുന്നു. പ്രണയം നിറഞ്ഞ ആ നോട്ട് കണ്ട് ബെർക്ക് പുഞ്ചിരിച്ചു. അന്ന് ബെർക്കിന് വീട്ടിലേക്ക് പിയാനോ ഡെലിവേർഡായി ലഭിച്ചിരുന്നു. എസൽ വരുന്നതും പ്രതീക്ഷിച്ച് ബെർക്ക് കാത്തിരുന്നെങ്കിലും എസൽ വന്നിരുന്നില്ല. അവൻ അവളെ തിരഞ്ഞിറങ്ങി. അവൾ ആ മലഞ്ചെരുവിൽ കടലിലേക്ക് നീളുന്ന ഭാഗത്ത് അവളുടെ ഇഷ്ടപ്പെട്ട ഭാഗത്തിരിക്കുന്നുണ്ടായിരുന്നു. തന്നെ കൊണ്ടതിന് സാധിക്കുമോ എന്നുള്ള ഭയം എസൽ അപ്പോൾ ബെർക്കിനോട് പങ്കുവെച്ചു. പരാജയപ്പെട്ടാൽ ബെർക്കും പരാജയപ്പെടില്ല എന്നും ചോദിച്ചു. പരാജയപ്പെട്ടാലും കുഴപ്പമില്ലെന്നും അങ്ങനെ പരാജയപ്പെടുകയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് പരാജയപ്പെടും, ഒരു ടീമായി പരാജയപ്പെടും എന്നായിരുന്നു ബെർക്കിന്റെ മറുപടി. അതവൾക്കല്പം കോൺഫിഡൻസ് നൽകി. തനിക്ക് തെറ്റുകൾ പറ്റിയാൽ തന്നോട് ദേഷ്യപ്പെടരുത്, ദേഷ്യം കാട്ടരുത് എന്ന് എസൽ പറഞ്ഞു. ചിരിയോടെ ഞാൻ എന്തിനാ നിന്നോട് അങ്ങനെ ദേഷ്യപ്പെടുന്നേ എന്നായിരുന്നു ബെർക്കിന്റെ മറുപടി. പക്ഷേ അടുത്ത ദിവസം മുതൽ പരിശീലനം ആരംഭിച്ചപ്പോൾ ബെർക്കിന്റെ അലർച്ചകളായിരുന്നു കേട്ടത്. മ്യൂസിക്കിൽ ഒരു കോംപ്രമൈസിനും ബെർക്ക് ഒരുക്കമായിരുന്നില്ല. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് കാര്യങ്ങൾ നല്ല രീതിയിൽ ആവാൻ ആരംഭിച്ചു. എസലും വലിയ തോതിൽ ഇംപ്രൂവ് ചെയ്തു വന്നു. അങ്ങനെ അവരൊന്നിച്ച് ഒരുപാട് സമയം ചെലവിടാൻ തുടങ്ങി. പ്രണയവും മ്യൂസിക്കും നിറഞ്ഞ് നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു ബെർക്കും എസലും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും എസൽ ബെർക്കിനു വേണ്ടി പാടാൻ പോകുന്ന കാര്യവും എസലിന്റെ അച്ഛൻ അറിയുന്നത്. അവളുടെ അച്ഛൻ അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹം ദേഷ്യത്തിൽ കാർ ഓടിച്ചു വരുന്ന വഴിയിൽ ബെർക്കും എസലും സ്കൂട്ടറിൽ പോകുന്ന കണ്ടു. എസലിനോട് അദ്ദേഹം നിൽക്കാൻ പറഞ്ഞു. സ്കൂട്ടറിൽ നിന്നിറങ്ങിയ എസൽ അച്ഛനൊപ്പം കാറിൽ കയറി. പോകുന്ന വഴിയിൽ അവർ ഗ്യാസ് സ്റ്റേഷനിൽ കയറി. ആ സമയം എസലിന്റെ മൂക്കിൽ നിന്ന് ചോര വരാൻ ആരംഭിച്ചിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയതും എസൽ ബോധരഹിതയായി താഴെ വീണു. അച്ഛൻ അത് കണ്ടോടി എസലിനടുത്തെത്തി അവളെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നായിരുന്നു ഞെട്ടിക്കുന്ന വിവരം അച്ഛൻ അറിയുന്നത്. എസൽ മുമ്പേ ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നിരുന്നെന്നും പരിശോധനയിൽ എസലിന് ബ്രെയിൻ ട്യൂമർ ഉണ്ട് എന്ന് തെളിഞ്ഞതായും ഡോക്ടർ വ്യക്തമാക്കി. എസൽ അത് എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചിരിക്കുകയായിരുന്നു. വിവരം അറിഞ്ഞതും അച്ഛനത് സഹിക്കാൻ സാധിച്ചില്ല. എസൽ ഉണർന്നതും അച്ഛനും മകളും ചേർന്നിരുന്ന് കരഞ്ഞു. എസൽ അച്ഛനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആരോടും ഇതിനെപ്പറ്റി പറയരുതെന്നും അവൾ കൂട്ടിച്ചേർത്തു. ശേഷം അച്ഛനോട് സംസാരിക്കുമ്പോൾ താനിപ്പോൾ ബെർക്കുമായി പ്രണയത്തിലാണെന്നും തങ്ങളൊന്നിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അതിനെ തന്നെ അനുവദിക്കണം എന്നും അവൾ അച്ഛനോട് ആവശ്യപ്പെട്ടു. മകളുടെ അവസാന ആഗ്രഹം എന്ന പോലെ അവളോട് ട്രീറ്റ്മെന്റ് മുടക്കരുത്, കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന വാക്കുവാങ്ങി അച്ഛൻ അതിന് സമ്മതിച്ചു. എസൽ പിന്നാലെ ബെർക്കിനെ കാണാനെത്തി. തങ്ങളുടെ റിലേഷൻഷിപ്പിനും സോങ്ങിനും അച്ഛൻ സമ്മതിച്ചതായി ബെർക്കിനെ അറിയിച്ചു. സന്തോഷം ഇരട്ടിപ്പിച്ചുകൊണ്ട് ഇസ്താൻബുളിലെ സ്റ്റുഡിയോയിൽ നിന്നും അവർക്ക് കോളും വന്നു. റെക്കോർഡിങ്ങിന് എത്താൻ പറഞ്ഞുള്ള കോളായിരുന്നു അത്. വൈകാതെ അവർ ഇസ്താംബുളിലേക്ക് പുറപ്പെട്ടു. സ്റ്റുഡിയോയിലേക്കും എത്തിച്ചേർന്നു. സ്റ്റുഡിയോയിൽ എത്തിയവർ സിനാൻ എന്ന മേസ്റ്ററെ കണ്ടു. ആ വിവരം സർക്കാന്റെ അടുത്തേക്കും എത്തിച്ചേർന്നു. ആ അടുത്ത് അക്കിന്റെ പുതിയ ആൽബം പുറത്തിറങ്ങിയിരുന്നു. അതിന്റെ 3000 കോപ്പികൾ മാത്രമായിരുന്നു വിറ്റഴിക്കപ്പെട്ടിരുന്നത്. അത് സർക്കാനെ വല്ലാതെ ക്ഷുഭിതനാക്കി. ഇസ്താൻബുളിലെത്തിയ സ്റ്റുഡിയോയിലേക്ക് പോകുവാൻ സർക്കാൻ തീരുമാനിച്ചിരുന്നു. അവിടെ എത്തിയതും അവിടെ ഉണ്ടായിരുന്ന ബെർക്കിനെയും എസലിനെയും കണ്ട അയാൾ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. സ്റ്റുഡിയോയുടെയും മറ്റും അധികാരം സർക്കാൻ ആയതുകൊണ്ട് തന്നെ അയാളെ ചോദ്യം ചെയ്യാനും എതിർക്കുവാനും ആർക്കും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ സിനാനാകട്ടെ ബെർക്കിന്റെ പഴയൊരു സുഹൃത്തായിരുന്നു. നടന്ന കാര്യങ്ങൾ സിനാന് ദുഃഖമുണ്ടാക്കി. അതുകൊണ്ട് ഇസ്താൻബുളിൽ വെളിയിൽ ബെർക്കും എസലും ഇരിക്കുമ്പോൾ സിനാൻ അങ്ങോട്ടേക്ക് ചെന്നു. തന്റെ ഹോം സ്റ്റുഡിയോയിൽ അവരുടെ സോങ് റെക്കോർഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ബെർക്കിനും അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സിനാന്റെ ഹോം സ്റ്റുഡിയോ ഉപയോഗിച്ച് എസലിന്റെ സോങ് അവർ റെക്കോർഡ് ചെയ്തു. പാട്ട് മികച്ച രീതിയിൽ വന്നിരുന്നു. സിനാൻ ബെർക്കിനടുക്കൽ എസലിനെ ഒരു ടോക്ക് ഷോയിലേക്ക്, ഒരു പബ്ലിക് പരിപാടിയിലേക്ക് കൊണ്ടുപോകാനും ഒറ്റ
ദിവസം കൊണ്ട് അവൾ ഒരു സ്റ്റാർ ആകും എന്നും പറഞ്ഞു. പക്ഷേ അടുത്ത 3 ആഴ്ചകളിലേക്ക് എവിടെയും ഓപ്പണിംഗ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ ഇസ്താംബുളിലെ അവസാന ദിവസം എത്തി. എസലിന്റെ ആഗ്രഹം പോലെ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ നമുക്ക് ചെയ്യാം എന്ന് ബെർക്ക് അവൾക്ക് വാക്കുകൊടുത്തു. അവരൊന്നിച്ച് എസലിന്റെ ആഗ്രഹം പോലെ ഇസ്താൻബുൾ ഒന്ന് ചുറ്റിക്കറങ്ങി. തന്റെ ചുറ്റിലും മുഴുവനും സംഗീതം നിറഞ്ഞു നിൽക്കും പോലെ എസലിന് തോന്നി. എസലിന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ബെർക്കും അവളുടെ സന്തോഷം നോക്കിക്കണ്ടു. അത്രമേൽ ജീവിതം ആസ്വദിക്കുന്ന ഒരു പെൺകുട്ടിക്കൊപ്പം താനൊടുവിൽ എത്തിച്ചേർന്നതിൽ ബെർക്ക് അത്രമേൽ സന്തോഷിച്ചു. അവരിരുവരും കെട്ടിപ്പിടിച്ചു. അവൾ അവനോട് ഞാൻ നിന്നെ പ്രണയിക്കുന്നു മനുഷ്യ എന്ന് പറഞ്ഞു. അവർ വീണ്ടും ഇസ്താൻബുൾ ചുറ്റി നടക്കവേ ബെർക്കിനൊരു കോൾ വന്നു. ലൈല എന്ന ഇവന്റ് ഓർഗനൈസർ ആയിരുന്നു ബെർക്കിനെ വിളിച്ചത്. തങ്ങളുടെ ഒരു ഗസ്റ്റ് ഇന്ന് വരുന്നില്ലെന്ന് അറിയിച്ചെന്നും ആ സ്പേസ് എസലിന് കൊടുക്കാൻ താൻ ഉദ്ദേശിക്കുന്നു എന്നും അറിയിക്കാനായിരുന്നു ലൈല വിളിച്ചത്. ആ ഷോ അറ്റൻഡ് ചെയ്താൽ എസൽ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാറായി മാറും. ബെർക്ക് അവൾക്കായി പുതിയ വസ്ത്രം വാങ്ങിക്കൊടുത്തു. ഷോയ്ക്ക് മുമ്പ് അങ്ങോട്ടേക്ക് എസലിന്റെ അച്ഛനും എത്തിച്ചേർന്നിരുന്നു. എസൽ സന്തോഷത്തോടെ അച്ഛനെ സ്വീകരിച്ചു. അച്ഛനെയും നേരിൽ കണ്ടതോടെ എസലിന്റെ കോൺഫിഡൻസ് വർദ്ധിച്ചിരുന്നു. അന്നത്തെ ഷോയിൽ എസൽ അതിഗംഭീരമായി പെർഫോം ചെയ്തു. അവരുടെ സോങ്ങും അത്രമേൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞതും ബെർക്ക് എസലിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. ശേഷം എസലിനെ അച്ഛനടുക്കൽ വിട്ട് തങ്ങൾ സഹായിച്ചതിന് ലൈലയോട് നന്ദി പറയാൻ ബെർക്ക് അവിടെ നിന്ന് മാറി. ഗ്രീൻ റൂമിൽ പോയി എസൽ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുന്ന സമയം സെർക്കാൻ എസലിന്റെ അടുത്തെത്തി. എസലിനോട് സംസാരിക്കാൻ ആരംഭിച്ചു. എസൽ ഒരു സ്റ്റാറായി മാറും, അവരുടെ ഡിസ്കിന്റെ കച്ചവടം പൊടിപൊടിക്കും എന്നതിൽ അയാൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എസലിനെ ചാക്കിട്ട് പിടിക്കാനായിരുന്നു സെർക്കാന്റെ ശ്രമം. വലിയൊരു തുകയടക്കം വാഗ്ദാനം ചെയ്ത് തന്റെ കൂടെ ജോയിൻ ചെയ്യുവാൻ എസലിനോട് സെർക്കാൻ ആവശ്യപ്പെട്ടു. മറ്റൊന്നും ചിന്തിക്കാതെ എസൽ ഉടനടി അതിന് സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ എസൽ മുമ്പിലേക്ക് വെച്ചു. തന്റെ മരണശേഷം തന്റെ പേരിൽ കിട്ടുന്ന പണത്തിനും തന്റെ പേരിൽ വന്നു ചേരുന്ന എല്ലാ സ്വത്തിനും അവകാശി ബെർക്ക് മാത്രമായിരിക്കും എന്ന തരത്തിലായിരുന്നു അത്. പക്ഷേ അത് കേട്ട് സെർക്കാൻ പരിഹസിക്കുകയായിരുന്നു ചെയ്തത്. ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനൊരു വില്ലിന്റെ ഇങ്ങനൊരു എഗ്രിമെന്റ് കണ്ടീഷന്റെ കാര്യമുണ്ടോ എന്നൊക്കെ അയാൾ തിരക്കി. എസലൊന്നും വിട്ടുപറഞ്ഞില്ല. തന്റെ മരണശേഷവും ഉണ്ടാവുന്ന പണം കൊണ്ടും പ്രശസ്തി കൊണ്ടുമൊക്കെ ബെർക്കിന്റെ കടവുമൊക്കെ അവസാനിക്കണമെന്നും ബെർക്ക് വീണ്ടും മ്യൂസിക്കൽ ജീവിതത്തിലേക്ക് തിരികെ വരണം എന്നുമായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. കോൺട്രാക്ട് സൈൻ ചെയ്ത ശേഷം അവൾ അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. ബെർക്ക് തിരികെ എത്താൻ അവൾ കാത്തുനിന്നിരുന്നില്ല. അച്ഛനൊപ്പം മടങ്ങുകയായിരുന്നു. ഗ്രീൻ റൂമിലേക്ക് ബെർക്ക് എത്തിയപ്പോൾ കണ്ടത് അവിടെ എഗ്രിമെന്റുമായി നിൽക്കുന്ന സെർക്കാനെയാണ്. എസൽ താനുമായുള്ള കോൺട്രാക്ട് സൈൻ ചെയ്ത വിവരവും അവൾ അച്ഛനൊപ്പം നാട്ടിലേക്ക് തിരികെ പോവുകയാണെന്നും ബെർക്കിന് ഇനി കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും എന്തായാലും ഇനി നമ്മൾ കാണാൻ പോകുന്നില്ലല്ലോ മീൻപിടുത്തക്കാര എന്നും സെർക്കാൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ബെർക്ക് ഓടി എയർപോർട്ടിലേക്ക് ചെന്നു. പക്ഷേ സെക്യൂരിറ്റി അവനെ കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. എസൽ ആകട്ടെ അച്ഛനൊപ്പം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബെർക്കിന്റെ ശബ്ദവും വിളിയും കേട്ടെങ്കിലും നിറകണ്ണുകളോടെ സങ്കടം അടക്കി പിടിച്ച് തിരിഞ്ഞു നോക്കാതെ അവൾ മുമ്പോട്ട് നടന്നു. ബെർക്കാകെ തകർന്നു പോയിരുന്നു. അച്ഛനൊപ്പം യാത്ര ചെയ്ത് അവൾ തിരികെ നാട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ തീരെ വയ്യാതെ അവൾ കുഴഞ്ഞു വീണിരുന്നു. എസൽ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. അവളുടെ വീട്ടിലും വിവരമറിഞ്ഞു. തന്റെ മകൾ മരണത്തോട് മല്ലിടുകയാണ് എന്നറിഞ്ഞ അവളുടെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. സത്യങ്ങളും കാര്യങ്ങളും ഒക്കെ ബെർക്കറിയണം എന്ന് എസലിന്റെ അച്ഛന് തോന്നി. എസലിന്റെ അച്ഛൻ ബെർക്കിനെ നേരിൽ ചെന്ന് കണ്ടു. എന്തുകൊണ്ടാണ് ബെർക്കിനെ വിട്ട് എസൽ പോന്നതെന്നും മറ്റുമുള്ള കാര്യങ്ങളും സത്യങ്ങളും അറിയിച്ചു. ഏറെ ഞെട്ടലോടെയായിരുന്നു ബെർക്ക് അത് കേട്ടത്. ആശുപത്രിയിലേക്ക് ബെർക്ക് പാഞ്ഞെത്തി. എസലിനെ നേരിൽ കണ്ടു. എസൽ ബെർക്കിനടുക്കൽ നമ്മൾ വിജയിച്ചു അല്ലേ എന്ന് ചോദിച്ചു. ഉള്ളിലെ വേദനകൾ പുറത്ത് പ്രകടിപ്പിക്കാതെ വിജയിച്ചു എന്നവൻ മറുപടി പറഞ്ഞു. എസൽ ശേഷവും ബെർക്കിനോട് സംസാരിച്ചിരുന്നു. പുറത്തെത്തിയ ബെർക്ക് എസലിന്റെ ഫാമിലിയോട് എസൽ ആവശ്യപ്പെട്ട കാര്യം പറഞ്ഞു. അവളുടെ പ്രിയപ്പെട്ട നീല വസ്ത്രം ധരിച്ച് അവൾക്കേറെ പ്രിയപ്പെട്ട തടാകത്തിലേക്ക് നീളുന്ന മലഞ്ചെരുവിൽ ബെർക്കിനൊപ്പം ഇരിക്കണം എന്നതായിരുന്നു അത്. അവളുടെ അച്ഛൻ പോയി ആ നീല വസ്ത്രം കൊണ്ടുവന്നു. എസൽ അത് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. തന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നോക്കി അച്ഛനെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു. എന്നും അച്ഛന്റെ കൂടെ ഉണ്ടാകും എന്ന വാക്കു പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നവൾ കണ്ണീരോടെ പറഞ്ഞു. പിന്നാലെ ബെർക്ക് എസലിനെ അവളുടെ പ്രിയപ്പെട്ട ഇടത്തേക്ക് കൊണ്ടുപോന്നു. അവിടെ വെച്ച് അവൾ ബെർക്കിനോട് സംസാരിച്ചു. രോഗം ഭീതിതമായി എന്നറിഞ്ഞപ്പോഴായിരുന്നു മരണം തേടി വരുന്നതിന് മുമ്പേ മരണത്തെ തേടിപ്പോവാൻ ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടായിരുന്നു അന്ന് ഞാൻ ഇവിടെ നിന്ന് എടുത്തു ചാടിയതും. നിൽക്കാനുള്ള അവളുടെ കരുത്ത് നഷ്ടപ്പെട്ടിരുന്നു. കുഴഞ്ഞു വീഴാൻ പോയി അവളെ ബെർക്ക് താങ്ങി പിടിച്ചു. സംസാരിക്കാനും അവൾ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ബെർക്കിന്റെ മടിയിൽ തലവെച്ച് അവൾ പറഞ്ഞു, ഒരിക്കലും തോറ്റ് പിന്മാറരുത്. ജീവിതത്തിൽ പ്രതീക്ഷകൾ വെക്കണം. എനിക്കായി ഒരു കുട്ടിയെ നീ കണ്ടെത്തണം. അവളെ സ്വന്തം മകളായി വളർത്തണം. പിന്നാലെ തന്റെ പ്രിയപ്പെട്ടവന്റെ മടിയിൽ തല ചേർത്ത് വെച്ച് കിടന്ന് കടലിന്റെ സംഗീതത്തെയും കേൾക്കുന്ന കരയെയും ആകാശത്തെയും സാക്ഷിയാക്കി അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു.
ബെർക്ക് വേദനയോടെ ഉരുകിക്കരഞ്ഞു. വൈകാതെ എസലിന്റെ ഫ്യൂണറൽ ചടങ്ങുകൾ കഴിഞ്ഞു. ബെർക്കിനായി തങ്ങൾ ഒന്നിച്ചുള്ളപ്പോൾ എടുത്ത ചിത്രങ്ങൾ എസൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അവനത് വേദനയോടെ നോക്കിക്കണ്ടു. എന്തുകൊണ്ടാണ് ഒക്കെയും വേഗത്തിൽ വേണം എന്ന് എസൽ വാശി പിടിച്ചിരുന്നത് എന്നപ്പോൾ മാത്രമായിരുന്നു ബെർക്കിന് മനസ്സിലാകുന്നതും. എസലിന്റെ ആഗ്രഹം പോലെ ബെർക്ക് മ്യൂസിക്കിലേക്ക് മടങ്ങി പ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിക്കാണാൻ ആരംഭിച്ചു. ഇസ്താൻബുളിൽ എസലിനൊപ്പം സമയം ചിലവഴിച്ച ഇടങ്ങളിൽ ബെർക്ക് കറങ്ങി നടന്നു. അങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം അവനൊരു പെൺകുട്ടിയെ കണ്ടു. എസലിനെ പോലെ സന്തോഷിച്ച് അവൾ അവിടെ ചുറ്റിക്കറങ്ങി ഡാൻസ് ചെയ്യുകയായിരുന്നു. ബെർക്ക് ആ കുട്ടിക്ക് അടുത്ത് ചെന്നിരുന്നു. അവളോട് സംസാരിക്കാൻ തുടങ്ങി. നിനക്കൊരു കഥ കേൾക്കണോ? ബെർക്ക് ചോദിച്ചു. കേൾക്കണമെന്നായി ആ കുട്ടി. ബെർക്ക് എസലിനെ പറ്റി അവളോട് സംസാരിക്കാൻ ആരംഭിച്ചു. എസലിന്റെ ഓർമ്മകളും പേറി ബെർക്ക് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ദൃശ്യത്തോടെ അതിമനോഹര ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.